നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണങ്ങൾ, വെട്ടേൽക്കുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറവായിരുന്നു. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങൾ, അതൊരു വെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കത്തിക്കുത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സംഭവ വികാസങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം കോഴിക്കോട് അത്തരത്തിലൊരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. കോഴിക്കോട് കടിയങ്ങാട് മുതുവണ്ണാച്ചയിൽ CPM പ്രവർത്തകന് വെട്ടേറ്റു. RSS ആണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണമുയരുന്നത്. മുതുവണ്ണാച്ച കുനിമൽ സ്വദേശി ദിനേശനാണ് വെട്ടേറ്റത്. 50 വയസ്സുകാരനാണ് ഇത്തരത്തിൽ വെട്ടേറ്റത്. പരിക്കേറ്റ ദിനേശിനെ ആദ്യം EMS സഹകരണ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച രാത്രി 7:30 മുതുവണ്ണാച്ച ആറങ്ങാട്ട് ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. ബൈക്കിൽ വെളുത്തപറമ്പത്ത് നിന്ന് മുതുവണ്ണാച്ചക്കുള്ള റോഡിലൂടെ പാറക്കെട്ടിലെ വീട്ടിലേക്ക് പോകുകയായിരുന്നു ദിനേശൻ. ഈ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചാണ് വെട്ടി പരിക്കേൽപ്പിച്ചത് ദിനേശനെ. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് ദിനേശൻ രക്ഷപ്പെട്ടത്. കൊലപാതകം തന്നെയായിരുന്നു ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതുകൊണ്ട് മാത്രമാണ് ദിനേശന് ജീവൻ രക്ഷിക്കാനായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. സംഭവത്തിന് പിന്നിൽ RSS സംഘമാണ് എന്ന് CPM ആരോപിക്കുകയാണ്. പ്രദേശത്ത് കഴിഞ്ഞ വർഷമുണ്ടായ സംഘർഷം, അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവം എന്നാണ് നിഗമനം. തീർച്ചയായിട്ടും 1 വർഷത്തോളം പക സൂക്ഷിച്ചിരുന്നു. അത് വീട്ടാനുള്ള അവസരമായിട്ട് കഴിഞ്ഞ ദിവസത്തെ കണ്ടു എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റ്യാടിയിൽ നിന്ന് കട അടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ദിനേശിനെയാണ് 3 അംഗ അക്രമി സംഘം ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും കൈകൾക്കും ഗുരുതരമായി പരിക്കേറ്റു ദിനേശിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്ന പരാതി ശക്തമാവുന്നുണ്ട്, എന്ന ആരോപണം ശക്തമാവുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടണം എന്നടക്കമുള്ള ആവശ്യം CPM ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും വളരെ നടുക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്തായാലും ഗുരുതര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഒരു RSS ആണ് ഇതിന് പിന്നിലെന്ന ആരോപണവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.